ദൈവത്തിന് സ്തുതി. ഏറ്റവും പ്രിയമുള്ളവരെ, ഇനി വരുന്ന ദിവസങ്ങളിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, എസെക്കിയേലിന്റെ പുസ്തകത്തിന് 48 അധ്യായങ്ങളാണുള്ളത്. ഈ അവസരത്തിൽ നമ്മൾ ചെയ്യുന്നത് എസെക്കിയേലിന്റെ പുസ്തകത്തിന്റെ ഒരു ആമുഖം നമ്മൾ മനസ്സിലാക്കുകയാണ്. ബാബിലോണിൽ കോബർ നദീതീരത്ത് പ്രവാസികളുടെ കൂടെ ആയിരിക്കുമ്പോഴാണ് എസെക്കിയേലിന് പ്രവാചക ദൗത്യം ലഭിക്കുന്നത്. BC 597 നെബൂഖദ്നേസർ തടവുകാരായി കൊണ്ടുപോയവരുടെ കൂടെ എസെക്കിയേലും ഉണ്ടായിരുന്നു. ഏശയ്ക്കുണ്ടായതുപോലുള്ള ഒരു ദൈവിക ദർശനത്തിലാണ് എസെക്കിയേലിനെ തിരഞ്ഞെടുത്തത്. പുരോഹിതനും കൂടിയായിരുന്ന എസെക്കിയേൽ പ്രവാചക പാരമ്പര്യത്തെ മറികടക്കുന്ന വിധം ദേവാലയത്തോടും ആരാധന വിധികളോടും പ്രതിപത്തി കാട്ടിയിരുന്നു. പ്രവാസ അനന്തരം ദേവാലയം യഹൂദ സമൂഹത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പരിണമിച്ചതിൽ എസെക്കിയേലിന്റെ സ്വാധീനം കുറച്ചൊന്നുമല്ല. എസെക്കിയേലിന്റെ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗം പൊതുവെ ശിക്ഷയെപ്പറ്റിയാണ്. യൂദായുടെയും ജെറൂസലേമിന്റെയും അകൃത്യങ്ങളെയും അവിശ്വസ്തതയും തുറന്നു കാട്ടുകയും അവയ്ക്ക് കഠിനമായ ശിക്ഷ കിട്ടുമെന്നും അതിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ലെന്നും തറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പ്രവാചകൻ. ആ ദിനം, ശിക്ഷയുടെ ദിനം ഇതാ വരുന്നു എന്ന് ആവർത്തിച്ച് കേൾക്കാം. ജെറൂസലേം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. കർത്താവിന്റെ മഹത്വം നഗരം വിട്ടുപോകും. ഇസ്രായേലിനെ ഞെരുക്കിയ ജനതകൾക്കും ഭയാനകമായ ശിക്ഷയുണ്ടാകും. രക്ഷയുടെ വാഗ്ദാനമാണ് രണ്ടാം ഭാഗത്ത്, അതായത് 34 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളില്. പ്രധാനമായി മുഴങ്ങിക്കേൾക്കുക, തൻ്റെ അജഗണമായ ജനത്തെ കർത്താവ് നേരിട്ടു മേയ്ക്കും. ചിതറിപ്പോയതിനെ ഒരുമിച്ച് കൂട്ടുകയും മുറിവേറ്റതിനെ വച്ചുകെട്ടുകയും ചെയ്യും. ശത്രുക്കളെയെല്ലാം തകർത്ത് ഇസ്രായേലിന് സുരക്ഷിതത്വവും ഐശ്വര്യവും നൽകും. വിജനമായ നഗരങ്ങൾ അധിവസിക്കപ്പെടും. ദൈവം തന്റെ ജനത്തിനൊരു പുതിയ ഹൃദയവും ചൈതന്യവും പ്രദാനം ചെയ്യും. പുതിയ ദേവാലയം ജീവജലത്തിന്റെ ഉറവിടമായിരിക്കും. ശിക്ഷയുടെയും രക്ഷയുടെയും സന്ദേശം വളരെയേറെ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലൂടെ പ്രവാചകൻ വ്യക്തമാക്കുന്നത് ശ്രദ്ധേയമാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള എസെക്കിയേലിന്റെ ദർശനം സുപ്രധാനമാണ്. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് സന്തോഷമില്ല. അവൻ പാപമാർഗം ഉപേക്ഷിച്ച് ജീവൻ പ്രാപിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പുത്രന്റെ തെറ്റിന് പിതാവോ പിതാവിന്റെ തെറ്റിന് പുത്രനോ ശിക്ഷിക്കപ്പെടുകയില്ല. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം ലഭിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ എസെക്കിയേലിന്റെ 48 അധ്യായങ്ങൾ നമുക്ക് കേൾക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ചാണല്ലോ വചനങ്ങൾ എഴുതപ്പെട്ടത്, പുതിയ നിയമവും പഴയ നിയമവും. വചനം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. പഴയകാല ചരിത്രങ്ങളും ഇന്നിന്റെ വേദനകളും ഉൾപ്പെട്ടതാണ് ദൈവവചനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് സമൃദ്ധമായി ചൊരിയണമേ. വചനം വായിക്കുമ്പോൾ എല്ലാ മക്കളിലും ആ വചനം രൂഢാമൂലമായി തീരുവാനിടയാകട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.
എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ.